ഇരിക്കുന്നുവെന്ന് ടാബ്ലോടി അവതരിപ്പിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ ജേക്കബ് മാത്യു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആം ആദ്മി നേതാക്കളെ, പ്രവർത്തകരെ, നന്ദി പ്രകടനം ഞാൻ നേരിട്ട് എന്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അത് ഒരു വാക്ക്, നമ്മുടെ നേതാക്കൾ ഇവിടെ പല കാര്യങ്ങളും പ്രസംഗിച്ചിരുന്നുവെങ്കിലും ഒരു കാര്യം വിട്ടുപോയി, അതൊന്ന് ഓർപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് സംഭവിച്ചത് എന്താണെന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അപകടപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പല മീഡിയകളും നമ്മുടെ ആം ആദ്മിയുടെ ഡൽഹിയിലുള്ള പല പ്രവർത്തകരും ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ ബൈബിളിലെ യേശു ക്രിസ്തുവിന്റെ ഒരു ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, എന്നോടും കൂടെ ഉണർന്നിരുന്ന 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. അതിന് ഒരു ചെറിയ തിരുത്ത് വരുത്തി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രവർത്തിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സമൂഹത്തിൽ ഇറങ്ങി ഈ അനീതികളെ തുറന്നു കാട്ടി പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഈ വരുന്ന ഇലക്ഷനിൽ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വോട്ടവകാശം തീർച്ചയായിട്ടും അത് യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് രേഖപ്പെടുത്തി ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഒറ്റ വാക്കില്